ഹലോ! അപ്പോൾ ഞാനിപ്പോൾ എവിടെയാണ് പോണേന്നറിയോ? ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് എങ്ങനെ അറിയാനല്ലേ? അപ്പോൾ അതൊക്കെ വഴിയേ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതിനിടയിൽ ആമി നാട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആമിക്ക് ഏറ്റവും ഇഷ്ടം ഈ ബസ്സിൽ കണ്ടോ ഇത്രക്കാര സീറ്റ് ഉണ്ടായിട്ടും കൂടുതൽ ഇഷ്ടം ഈ പെട്ടി സീറ്റാണ് കേട്ടോ. പെട്ടി സീറ്റ് അവളുടെ ഒരു വികാരം തന്നെയാണ്. അവൾക്ക് പെട്ടി സീറ്റിലിരുന്ന് ഇങ്ങനെ എന്താ പറയുക കുറച്ച് സമയമൊക്കെ കാഴ്ചകൾ എന്തെങ്കിലുമൊക്കെ കണ്ട് പിന്നെ ഉറങ്ങുകയാണ് കേട്ടോ ചെയ്യുക. പിന്നെ പൊരി വെയിലത്ത് ഫുള്ള് വെയിൽ ഞാൻ ഏറ്റുവാങ്ങിയിട്ട് വേണം പോകാൻ. ഇതാണ് നമ്മളെ കണ്ണൂർ വളവട്ടണം പാലം കേട്ടോ. ഇവിടെയൊക്കെ എനിക്കൊരു കുറേ ഓർമ്മകളുണ്ട്. ഇതൊക്കെ ബൈപ്പാസ് റോഡൊക്കെ വന്നതിന് ശേഷം തന്നെ ഞാൻ വല്ലപ്പോഴും ഒക്കെ പോയിട്ടുള്ളൂ. കാരണം ഞാനൊരു സമയത്ത് കെൽട്രോണിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ റോഡൊക്കെ എനിക്ക് അത്രയും പരിചിതമായ റോഡാണ് കേട്ടോ. ഇത് ഈ നീണ്ട് കിടക്കുന്നത് നമ്മളെ കെൽട്രോൺ ആണ് കേട്ടോ. കെൽട്രോൺ പോലത്തെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ പറ്റിയതിന് എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ കുറച്ച് കാലം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല കുറേ ഫ്രണ്ട്സിനെയും കുറേ ഓർമ്മകളൊക്കെ കിട്ടിയൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ഇനി നമ്മൾ നിർത്തുന്നത് സ്നേക്ക് പാർക്കിലോട്ടാണ്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിരിക്കുമല്ലോ എവിടെയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ പറശ്ശിനിക്കടവിലോട്ടാണ് കേട്ടോ ഞാൻ പോകുന്നത്. നമ്മൾ കണ്ണൂരുകാരുടെ ഈ സ്വകാര്യ അഹങ്കാരമാണ് കേട്ടോ ഈ പറശ്ശിനിക്കടവ് മുത്തപ്പൻ. രാവിലെ തന്നെ പോകുന്നത് കൊണ്ട് കടകളൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് പറശ്ശിനിക്കടവ് LP-UP സ്കൂള്. പിന്നെ ഇത് നമ്മളിതാ പറശ്ശിനിക്കടവ് മടപ്പുരയിലോട്ട് പോവുകയാണ് കേട്ടോ. കുഞ്ഞുനാൾ തൊട്ടിട്ട് പോകുന്ന ഈ സ്ഥലത്ത് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. പക്ഷെ കുറേ കഥകളുണ്ട്. പണ്ടൊക്കെ ആവുന്ന സമയത്തെ ഒരു ബസ്സൊക്കെ എന്ന് വിചാരിച്ച എന്താ പറയുക അത്രയും ഒരു ലോഡ് ആൾക്കാരുണ്ടാവും കേട്ടോ ബസ്സിൽ. ആ ബസ് കിട്ടാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നേ. പക്ഷെ അതൊക്കെ ഒരു കാലം എന്താ പറയുക സീറ്റ് പിടിക്കലും അതൊക്കെ എന്താ പറയുക നല്ല ഒരു ഓർമ്മകളാണല്ലേ. പണ്ട് കുഞ്ഞിലൊക്കെ എന്താ പറയുക പറശ്ശിനിയിലേക്ക് കണ്ണൂർ തൊട്ട് പറശ്ശിനി വരെയൊക്കെ നിന്നിട്ട് വന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അത്രയും തിരക്കായിരിക്കും. ഇപ്പൊ കുറേ റൂട്ടിലോട്ട് ബസ്സുകളും കാറുകളൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ ആമിയും അമ്മമ്മയും കൂടെ ഇതാ കാലൊക്കെ കഴുകുന്നതാണ് കേട്ടോ കണ്ടത്. ഇതാണ് മടപ്പുര. പിന്നെ ഞാൻ ഉള്ളിലോട്ട് കയറിയിട്ട് വീഡിയോസും ഫോട്ടോസും ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് കേട്ടോ മടപ്പുര. മുത്തപ്പൻ്റെ വെള്ളാട്ടൊക്കെ പുലർച്ചക്കാണ് കേട്ടോ ഉണ്ടാവുന്നത്. നമ്മൾ എത്തുമ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു 8:30 8:45 ആയിട്ടുണ്ടായിരുന്നു. നമ്മളെ മലബാറിൻ്റെ പ്രകൃതി ഭംഗിയൊക്കെ ജനങ്ങളിലോട്ടൊക്കെ എത്തിക്കുക എന്നുള്ളതുകൊണ്ട് സർക്കാർ ഒരുക്കിയതാണ് കേട്ടോ ഈ ബോട്ട് സൗകര്യമൊക്കെ. അപ്പം 50 രൂപയ്ക്ക് അരമണിക്കൂറൊക്കെ ബോട്ടിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പോയിട്ട് വരാം കേട്ടോ. പിന്നെ മുത്തപ്പൻ്റെ പ്രസാദമൊക്കെ കഴിച്ചു കേട്ടോ. ചായയും ഇതുപോലെ വൻപയർ ഇങ്ങനെ പൊങ്ങിച്ചതും തേങ്ങയൊക്കെയാണ് ഉണ്ടാവുക. ഞങ്ങളെ നാട്ടുകാർ വീട്ടിലൊക്കെ മുത്തപ്പൻ ഇങ്ങനെ കഴിപ്പിക്കും കേട്ടോ. വീട്ടിൽ കൂടുതലായാലും നമ്മൾ എന്തെങ്കിലും മനസ്സിലൊക്കെ പ്രാർത്ഥിച്ചാൽ മുത്തപ്പൻ ഇങ്ങനെ വീട്ടിലൊക്കെ കഴിപ്പിക്കാറുണ്ട്. ആ സമയത്ത് കടലയും ഉണക്കൊക്കെ വെക്കും കേട്ടോ. മുത്തപ്പൻ സത്യം പറഞ്ഞ ഒരു നോൺ വെജുകാരനാണ്. മുത്തപ്പൻ്റെ കഥകൾ കുഞ്ഞുനാൾ തൊട്ടിട്ടേ കേൾക്കുന്നതുകൊണ്ട് തന്നെ നോൺ വെജ് കഴിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കിയ കഥകളൊക്കെ എനിക്കറിയാം കേട്ടോ. നിങ്ങൾക്കറിയോ? ഇഷ്ടംപോലെ കളിപ്പാട്ടങ്ങളും കമ്മലുകളും ക്ലിപ്പുകളൊക്കെ ഉള്ളതുകൊണ്ടേ ഞങ്ങൾ കുഞ്ഞിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഇങ്ങോട്ട് വരെ ഇതിനാണ് കേട്ടോ.